PV Anwar തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളും പ്രസ് മീറ്റ് പറയാം. നമുക്ക് അങ്ങോട്ട് പോകല്ലേ? കൊടുത്തു രാജിക്കത്ത് സമർപ്പിച്ച വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു. PV Anwar പ്രസ് മീറ്റിന് പോവുകയാണ്. PV Anwar പ്രസ് മീറ്റിന് പോകുന്നു. PV Anwar നിയമസഭാ അംഗത്വം രാജിവെച്ച് PV Anwar നിയമസഭയിൽ നിന്ന് പുറത്തേക്ക്. ഇനി ഈ നിയമസഭയിൽ അംഗമായി PV Anwar ഇല്ല. ഇടതിന്റെ ശബ്ദമായി 2016 നിയമസഭയിലേക്ക് നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് എത്തി. ഇടത് വിശ്വസ്തനായി, പിണറായിയുടെ സഹയാത്രികനായി, ഏറ്റവും അടുത്ത വിശ്വസ്തനായി തുടർന്ന MLA 2021 3744 വോട്ടുകൾക്ക് VV പ്രകാശിനെ പരാജയപ്പെടുത്തി വീണ്ടും നിയമസഭയിലേക്ക് എത്തിയ PV Anwar ഇടതു സൈബർ കേന്ദ്രങ്ങളുടെ നേതാവായിരുന്നു. ഇടതുപക്ഷത്തെ ചേർത്തുപിടിച്ച ഇടത് സ്വതന്ത്രനായിരുന്നു. പിന്നീട് വീണ്ടും MR അജിത് കുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി തെറ്റി ഇടതുമുന്നണി പാളയത്തിൽ നിന്ന് പുറത്തുപോയി. UDF-നോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും UDF-നോടൊപ്പം ജീവൻ കൊടുത്തും നിൽക്കുമെന്നും പറയുകയും വനനിയമ ഭേദഗതി വിഷയങ്ങൾ അടക്കമുള്ളവയിൽ വീണ്ടും സമരമുഖത്തേക്ക് എത്തുകയും ചെയ്തു. ചേലക്കരയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയതോടുകൂടി വീണ്ടും UDF-ന് അനഭിതനായി. കോൺഗ്രസിലെ എതിരെ ഉയർത്തിയ നേരത്തെയുള്ള വിമർശനങ്ങൾ UDF-ലേക്കുള്ള പ്രവേശനത്തിന് ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കി. പക്ഷേ അപ്പോഴും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ വിശദീകരിക്കുക. ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഒരു വിഭാഗം നേതാക്കളുടെ അനുഗ്രഹാശിസികൾ PV Anwar-നോടൊപ്പം ഉണ്ടായിരുന്നു. പലതിലും തിരുത്തലുകൾ വരുത്തിയാൽ UDF-ലേക്കും സ്വീകരിക്കാം എന്നുള്ളതിൽ തീരുമാനമുണ്ടായിരുന്നു. പാണക്കാട്ടെത്തി സ്വാദിഖലി തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് PV Anwar MLA സ്ഥാനം രാജിവെച്ചതിനു ശേഷം പ്രസ് മീറ്റിനായി തയ്യാറെടുക്കുകയാണ്. അതിനായി ഹോട്ടലിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് തത്സമയം കാണുന്നത്. ഇനി PV Anwar ഈ നിയമസഭയിൽ അംഗമല്ല ഇക്കുറി. ഒന്നുകിൽ ഉപതെരഞ്ഞെടുപ്പിൽ PV Anwar തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിച്ച് വിജയിച്ചു വരണം, അതല്ലെങ്കിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടയിൽ വിജയിച്ച് രാജ്യസഭയിലേക്ക് പോകണം. രണ്ട് രാഷ്ട്രീയ സാധ്യതകളാണ് മുന്നിലുള്ളത്. PV Anwar MLA നിർണായകമായ രാഷ്ട്രീയ നീക്കം നടത്തിയിരിക്കുന്നു. അങ്ങനെ PV Anwar MLA എന്ന ടാഗ് മാറി. ഇനി കേവലം PV Anwar മാത്രമാവുന്നു. PV Anwar ഇനി പോകുന്നത് പ്രസ് മീറ്റിനാണ്. നമ്മളടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും പ്രസ് മീറ്റിനായി PV Anwar-നെ കാത്തിരിക്കുകയാണ്. PV Anwar MLA-യുടെ നിർണായകമായ രാഷ്ട്രീയ കരുനീക്കമാണ്. 9:30 നിയമസഭയിൽ സ്പീക്കറിന്റെ ചേംബറിലേക്ക് എത്തിയ PV Anwar സ്പീക്കറിനെ കണ്ട് നിയമസഭാ ചേംബറിൽ കത്ത് കൈമാറി MLA സ്ഥാനം ഒഴിഞ്ഞ് പ്രസ് മീറ്റിനായി നിയമസഭയിൽ നിന്നും പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. നിയമസഭാ കോംപ്ലക്സിൽ നിന്ന് ഇപ്പോൾ PV Anwar പുറത്തേക്ക് വരികയാണ്. അല്പസമയത്തിനുള്ളിൽ വാർത്താ സമ്മേളനം നടക്കും. ജോസ് കുറ്റ്യാനി MLA പണ്ട് കോൺഗ്രസിൽ നിന്ന് വിട്ട് NCP-യിലേക്ക് പോയി തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയതാണ്. ഇതിനു മുൻപ് ഒരു MLA തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് പോയത്. പക്ഷേ ആ നീക്കം ദയനീയ പരാജയമായിരുന്നു. പിന്നീട് ജോസ് കുറ്റ്യാനി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിലേക്ക് 2 വർഷം മുമ്പ് മടങ്ങി. ഇപ്പോൾ വീണ്ടും ഇതാ PV Anwar MLA കോൺഗ്രസിൽ നിന്ന് ഇടതുപാളയത്തിലെത്തി. ഇടതു സ്വതന്ത്രനായി 2 തവണ മത്സരിച്ച് നിലമ്പൂരിലെ പ്രതിനിധിയായി തിരിച്ച് വീണ്ടും ഇടതുപാളയത്തിൽ നിന്ന് വിട്ട് UDF പാളയത്തിലേക്കും DMK-യിലുമൊക്കെ പോകാനുള്ള ശ്രമം നടത്തിയൊടുവിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തി. തൃണമൂൽ കോൺഗ്രസിന്റെ തമിഴ്നാട്, കർണാടക, കേരളം സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള കോർഡിനേറ്ററായിട്ടാണ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് PV Anwar MLA നമ്മളോട് പറഞ്ഞത്. ക്ഷമിക്കണം, മുൻ MLA നമ്മളോട് പറഞ്ഞത്. PV Anwar മുൻ MLA ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ നിമിഷം. അല്പസമയത്തിനുള്ളിൽ വാർത്താ സമ്മേളനം. PV Anwar മുൻ MLA-യുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനുള്ളിൽ നടക്കും. നമുക്കൊപ്പം റോഷിപാലുണ്ട്, സുനുഷ അയ്യലൂരുണ്ട്. റോഷിപാൽ വളരെ പെട്ടെന്ന് തന്നെ രാജി സമർപ്പിച്ചു. ഒരുപക്ഷെ രാജി സമർപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് സ്പീക്കർ വേണമെങ്കിൽ അയോഗ്യനാക്കാമായിരുന്നു. അപ്പോൾ അയോഗ്യനാക്കാനുള്ള തീരുമാനം സ്പീക്കർ എടുക്കുന്നതിന് മുമ്പ് തന്നെ PV Anwar രാജിക്കത്ത് കൈമാറി ആ സാധ്യത ഒഴിവാക്കുകയായിരുന്നു. ഇനി PV Anwar-ന് മാധ്യമങ്ങളെ കാണാം. തൃണമൂൽ കോൺഗ്രസിന്റെ ചുമതല ഏറ്റെടുത്ത വിവരം അറിയിക്കാം. തൃണമൂൽ കോൺഗ്രസിന്റെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമുള്ള പദ്ധതികൾ പറയാം. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എന്താകുമെന്നുള്ളതിന്റെ രാഷ്ട്രീയ സൂചനകൾ നൽകാം. രാജ്യസഭാ സീറ്റിനെ കുറിച്ചുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട് എന്നുള്ളതും PV Anwar നമ്മളോട് പറയും.